ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസാക്ഷൻസിലെ ഫോർത്ത് മൊഡ്യൂൾ സ്പീക്കിംഗ് സ്കിൽസിൽ എൻകറേജിങ് ഓർ കംഫർട്ടിംഗ് എന്ന പാട്ടാണ്. നമ്മുടെ ലൈഫിൽ ചിലപ്പോഴെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കൊരു ധൈര്യമില്ലാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോഴൊക്കെ മറ്റുള്ളവരുടെ എൻകറേജിങ് ആയിട്ടുള്ള വാക്കുകൾ, അവരുടെ കംഫർട്ടിംഗ് ഒക്കെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എങ്ങനെ ഒരാളെ എൻകറേജ് ചെയ്തുകൊണ്ട് കംഫർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം എന്നാണ് ഈ പാട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന സെൻറ്റൻസസ് കാണാൻ പറ്റും. ഒരു പ്രൈവറ്റ് സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ് റഹീം. ആ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായ ഡോക്ടർ റിയയോട് ശമ്പളം കൂട്ടിത്തരുന്നതിന് വേണ്ടി മാനേജറിനെ കാണുന്നതിനെ പറ്റി സംസാരിക്കുകയാണ്. പക്ഷേ അയാൾക്ക് തീരെ ഒരു പ്രതീക്ഷയില്ല, അതുപോലെ തന്നെ ചോദിക്കാൻ ധൈര്യവുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹെഡ് മിസ്ട്രസ് റഹീമിനെ എൻകറേജ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി നമുക്ക് കോൺവെർസേഷൻ നോക്കാം. ഫസ്റ്റ് റഹീം: ഗുഡ് മോർണിംഗ് മാം. ഹെഡ് മിസ്ട്രസ്: ഗുഡ് മോർണിംഗ്, ഹൗ യു ഡൂയിങ്? റഹീം: ഐ എം ഫൈൻ മാം. ഐ എം തിങ്കിങ് ഓഫ് ടോക്കിംഗ് ടു ദ മാനേജർ അബൌട്ട് എ റൈസ് ഇൻ മൈ പേ. എൻ്റെ ശമ്പളത്തിൽ വർധന വരുത്തുന്നതിനെ പറ്റിയിട്ട് മാനേജറിനോട് സംസാരിച്ചാലോ എന്ന് ചിന്തിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഹെഡ് മിസ്ട്രസ് പറയുകയാണ്, ഗോ ഫോർ ഇറ്റ്, ഇറ്റ്സ് സർട്ടൻലി വർത്ത് എ ട്രൈ. എന്നാൽ ചോദിക്കൂ, തീർച്ചയായും ശ്രമിക്കണം, തീർച്ചയായും ട്രൈ ചെയ്യണം എന്ന് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റഹീമിനെ ഹെഡ് മിസ്ട്രസ് എൻകറേജ് ചെയ്യുകയാണ്. അപ്പോൾ റഹീം വളരെ സംശയത്തോടെ ചോദിക്കുകയാണ്, ഞാൻ ചോദിച്ചാൽ എനിക്ക് ഒരു ചാൻസ് ഉണ്ടോ, കൂട്ടി കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ, എനിക്കതിനുള്ള അർഹതയുണ്ടോ എന്നുള്ളൊരു തരത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഹെഡ് മിസ്ട്രസ് പറയുകയാണ്, യു സ്റ്റാൻഡ് ആസ് ഗുഡ് എ ചാൻസ് ആസ് എനി വൺ. ആർക്കുള്ളതുപോലെയും നിനക്കും ചാൻസ് ഉണ്ട്. എനിക്ക് ഉറപ്പാണ് മാനേജർ നിൻ്റെ റിക്വസ്റ്റ് ഒരു പോസിറ്റീവായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അപ്പോൾ റഹീം പറയുകയാണ്, ഐ എം സ്കേർഡ്. എനിക്ക് പേടിയുണ്ട്, അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നും അല്ല എന്ന് എനിക്കറിയാം. അപ്പോൾ ഹെഡ് മിസ്ട്രസ് എൻകറേജ് ചെയ്യുകയാണ്, കമോൺ റഹീം, ജസ്റ്റ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ. നിനക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യൂ. വാട്ട് ഹാവ് യു ഗോട്ട് ടു ലോസ്? നിനക്ക് നഷ്ടപ്പെടാൻ എന്താണുള്ളത്? ഒരു വാക്കല്ലേ? അപ്പോൾ റഹീം പറയുകയാണ്, ഒരു തെറ്റായ കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അത് കാരണം എൻ്റെ ജോലി നഷ്ടപ്പെടാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ അദ്ദേഹം തെറ്റായിട്ട് എടുത്താലോ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്താലോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. അപ്പോൾ ഹെഡ് മിസ്ട്രസ് പറയുന്നു, ഡോണ്ട് ബി സോ നെഗറ്റീവ്. ഇങ്ങനെ നെഗറ്റീവ് ആവല്ലേ. ജസ്റ്റ് ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. നിനക്ക് പറ്റുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ റഹീം പറയുകയാണ്, അതിലൊന്നൊരു കാര്യം ഉണ്ടാവില്ല മാം. അയാൾക്ക് തീരെ ഒരു ഹോപ്പില്ല. ദെൻ ഹെഡ് മിസ്ട്രസ് പറയുകയാണ്, യു നെവർ നോ അണ്ടിൽ യു ട്രൈഡ്. ട്രൈ ചെയ്താലല്ലേ ഇത് കാര്യമുണ്ടോ കാര്യമില്ലേ എന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ യു നെവർ നോ അണ്ടിൽ യു ട്രൈഡ് റഹീം. ഇറ്റ് കുഡ് ബി എ പീസ് ഓഫ് കേക്ക്. എ പീസ് ഓഫ് കേക്ക് മീൻ ചെയ്യുന്നത് സംതിങ് ഈസിലി ഡൺ. അപ്പോൾ നീ വിചാരിക്കുന്നത് പോലെ വളരെ വലിയൊരു എടുത്താൽ പൊങ്ങാത്ത കാര്യമൊന്നുമല്ല. ഇറ്റ് കുഡ് ബി എ പീസ് ഓഫ് കേക്ക്. വളരെ നിസ്സാരമായിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. ജസ്റ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ റഹീം പറയുകയാണ്, ഓ ഹിയർ ഹി കംസ്. അദ്ദേഹം വരുന്നുണ്ടല്ലോ. ദെൻ ഹെഡ് മിസ്ട്രസ് പറയുന്നു, ഇറ്റ്സ് നൗ ഓർ നെവർ റഹീം. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല. ഇതൊരു ഡു ഓർ ഡൈ പോലത്തെ ഒരു സെൻറ്റൻസ് ആണ്. ഇപ്പോൾ ചോദിക്കുക അല്ലെങ്കിൽ പിന്നെ ഒരിക്കലുമില്ല. ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഇത് വലിയൊരു കാര്യമാണ്, വലിയൊരു ബിഗ് ഡീലാണെന്നൊന്നും വിചാരിക്കേണ്ടതില്ല. അപ്പോൾ റഹീം പറയുന്നു, താങ്ക് യു ഫോർ യുവർ ഇൻസ്പയറിംഗ് വേർഡ്സ്. ഐ വിൽ ഡെഫിനറ്റ്ലി സ്പീക്ക് ടു ഹിം. നിങ്ങളുടെ ഇൻസ്പയറിംഗ് വേർഡ്സിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ എന്തായാലും അദ്ദേഹത്തോട് സംസാരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺവെർസേഷൻ. ഇവിടെ ഹെഡ് മിസ്ട്രസ് വളരെ നന്നായി റഹീമിനെ എൻകറേജ് ചെയ്തു. റഹീം വളരെ ഹോപ്പ്ലെസ് ആയിരുന്നു, സ്കെയർഡ് ആയിരുന്നു, കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ബട്ട് ഹെഡ് മിസ്ട്രസിൻ്റെ വേർഡ്സ് അവനെ എൻകറേജ് ചെയ്തു. ഇവിടെ ടെക്സ്റ്റിൽ നമുക്ക് എൻകറേജ് ചെയ്യാനും കംഫർട്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അവ നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്: ഐ എം ഷുവർ യു വുഡ് ഓവർകം ഇറ്റ് ഇൻ നോ ടൈം. എനിക്ക് ഉറപ്പാണ് നീ ഈ അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ തരണം ചെയ്യും. ഇൻ നോ ടൈം മീൻസ് വെരി സൂൺ, വളരെ പെട്ടെന്ന്, വളരെ അടുത്ത് തന്നെ എന്നൊരു മീനിങ് ആണ്. നെക്സ്റ്റ്: യു ആർ കമ്മിങ് അലോങ് വെൽ. നീ വളരെ നന്നായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. നെക്സ്റ്റ്: കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. അതും അതേ ഒരു മീനിങ് തന്നെയാണ്. ഇപ്പോൾ ഉള്ള ഈ വർക്ക് കീപ്പപ്പ് ചെയ്യുക, ഇപ്പോൾ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഫോർത്ത് വൺ: ദാറ്റ്സ് എ ഗുഡ് എഫേർട്ട്. അത് നല്ലൊരു എഫേർട്ടാണ്. നെക്സ്റ്റ്: ദാറ്റ്സ് എ റിയൽ ഇംപ്രൂവ്മെൻറ്റ്. അത് വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്, നീ ചെയ്തത് വളരെ മെച്ചപ്പെട്ടു എന്ന് പറയുന്നു. നെക്സ്റ്റ്: യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് മീൻസ് നീ ശരിയായ പാതയിൽ തന്നെയാണ്, ശരിയായ രീതിയിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
7 കീപ് ഗോയിങ്. 8th വൺ കം ഓൺ യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ 8 എക്സ്പ്രഷൻസ് പല സിറ്റുവേഷനിൽ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്രഷൻസ് ആണ്. ഇനി നമുക്ക് എക്സസൈസ് നോക്കാം. ഇവിടെ ടെക്സ്റ്റിൽ ഒരുപാട് നിങ്ങളുടെ ഫ്രണ്ട്സ്, പല സിറ്റുവേഷനിലുള്ള പല വെറീസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ നിങ്ങളെങ്ങനെ കംഫർട്ട് ചെയ്യും, അവരെ എങ്ങനെ എൻകറേജ് ചെയ്യും എന്ന തരത്തിൽ സെൻറ്റൻസസ് ഉണ്ടാക്കാനാണ്.